പണ്ട് ഞങ്ങളൊക്കെ എറണാകുളത്തുള്ളപ്പോൾ പറയാറുണ്ടായിരുന്നു ഇവിടെ കൊതുകുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഡെലിവറി ബോയ്സ് ആണ്. ഇന്നിപ്പോ പെരിന്തൽമണ്ണ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവാറുണ്ട് ഇവിടെ ഹോട്ടലുകളെക്കാളും ഹോസ്പിറ്റലുകളെക്കാളും ഒക്കെ കൂടുതലുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുള്ളത്. എനിവേ എന്തായാലും കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡേ ബൈ ഡേ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ, പെരിന്തൽമണ്ണ എന്നല്ല മറ്റേതൊരു മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ വളർന്നു വരുന്നത്? അതിലേക്കൊക്കെ സ്റ്റുഡൻസിനെ കിട്ടുന്നതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒബ്വിയസ്ലി അതിന്റെ സ്കോപ്പ് കൊണ്ട് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സിനാരിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഡേ ബൈ ഡേ വളർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതകൾ, ജോലി സാധ്യതകളാണെന്നുണ്ടെങ്കിലും ഫ്രീലാൻസിങ് സാധ്യതകളാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ വൈഡാണ്. ഞാനും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പെരിന്തൽമണ്ണയിൽ റൺ ചെയ്യുന്ന ആളാണ്. ഞാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളെ എൻ്റെ ഓഫീസിലേക്ക് എൻറോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഇത്ര ഒരു പുതുമ എന്നുള്ളതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വിദ്യാർത്ഥികൾ ലാക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കവർ ചെയ്യുന്നു. അതിലൊന്നെന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളുടെയും ഗ്രാസ്പിംഗ് മെന്റാലിറ്റി വ്യത്യസ്തമായിരിക്കും. അതായത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള, പ്രത്യേകിച്ച് ഒരു IT ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു എബിലിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ജനറലി ഏതെങ്കിലും ഒരു ബാച്ച് വൈസ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ഉള്ള ട്രെയിനിങ് ആണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളത് ഒരു വെറും വാക്കല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ലാക്ക് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. നമുക്കൊക്കെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻറോൾ ചെയ്തിട്ട് എൻഡ് ഓഫ് ദി കോഴ്സ് നമുക്ക് ചില ലൈവ് പ്രൊജക്ട്സ് ഒക്കെ സ്ക്രീനിലും മറ്റുമൊക്കെ കാണിച്ചു തരുന്ന ഒരു അവസ്ഥ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രം എടുത്ത് അവർക്ക് നല്ലൊരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലയൻസുകളിൽ അവർക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കിട്ടുന്നുണ്ട്. അവർ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമ്മുടെ ക്ലയൻസിന്റെ വർക്കുകളിൽ അവർ എൻഗേജ് ആവുന്നുണ്ട്. ഞങ്ങളുടെ വർക്കുകളൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ് ക്ലയൻസിന്റെ ക്യാമ്പയിൻസ് പബ്ലിഷ് ചെയ്യുന്നതും ആ ക്യാമ്പയിൻസിനെ അനലൈസ് ചെയ്യുന്നതും ലീഡ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതും എന്ന് തുടങ്ങി നമ്മുടെ ക്ലയന്റ് മീറ്റിങ്ങുകളിൽ വരെ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഞങ്ങൾ സത്യത്തിൽ വിദ്യാർത്ഥികളെ ഒരു ജോബിന് പ്രിപ്പയർ ആക്കുക എന്നുള്ളതല്ല ഫോക്കസ് ചെയ്യാറുള്ളത്. അവർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു ജോബിലേക്ക് അവർ പ്ലേസ്ഡ് ആവുന്നിടത്ത് ഞങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറം അവരെ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ട്, ഫ്രീലാൻസ് ആയിട്ട് ഈ ഫീൽഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ക്ലയന്റ് പ്രൊജക്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ബിൽഡ് ചെയ്തിട്ടായിരിക്കും അവരെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ, അതും വർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട്, അതും മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൈസിംഗിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ഞങ്ങളെ സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. അവരുടെ ജെന്യൂൻ റിവ്യൂസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം.